എനിക്ക് എന്റെ റിസൾട്ട് ആണ് പറയാനുള്ളത് ആ, ഐപ്പേഴ്സിന്റെ. ആ, 8ാം ക്ലാസ്സിന് തുടങ്ങിയതാണ് എന്റെ കാലില് വിള്ളലും ചൊറിച്ചിലും. ആ, ഐപ്പേഴ്സ് കഴിച്ചിട്ടാണ് ആ. അതിന് നല്ല റിസൾട്ട്. ഉറങ്ങുമ്പോ സോക്സ് ഇട്ടിട്ടാണ് ഞാൻ കിടന്നിരുന്നത്. Yes. കാലിന് ബ്ലഡ് വരും, നല്ല കൂടുമ്പോ ബ്ലഡ് വരും. കാണിക്കാത്ത ഡോക്ടർമാരില്ല. ഐപ്പേഴ്സ് കുടിച്ചിട്ട് ഡോക്ടറെ കാണിക്കലില്ല, ഓയിന്റ്മെന്റ് തേക്കലില്ല. നല്ല റിസൾട്ട് ആണ്. നല്ല സോഫ്റ്റ് കാലായി, അടിപൊളി കാലായി. സോഫ്റ്റ് കാലായി, നല്ല ഔ, ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട്. പിന്നെ അല്ല കോൺഫിഡന്റ് എനിക്ക് കൂടും തന്നെ ഒരു അല്ലേ? അതിശയാണ്. ആള് ഇടയിലൊക്കെ പോകുമ്പോ എനിക്ക് ഭയങ്കര കുറച്ചിലായിരുന്നു. ഉം. എങ്ങനെ പോവാ, നമ്മളെ കൈയും കാലം കാണുമ്പോ ആൾക്കാർ നമ്മളെ പറ്റി എന്താ വിചാരിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു മൈൻഡ് ആയിരുന്നു എനിക്ക്. കോൺഫിഡന്റ് ഇപ്പൊ കുറഞ്ഞിരുന്നു അതൊന്നും അല്ലേ? ആ പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയി. എനിക്ക് തന്നെ ഭയങ്കര ഇതാണ്. ഓ, അത് പിന്നെ പറയണ ആ എനിക്ക് ഒരു ഫീല് ഉള്ളെന്ന് പറയണതിന്റെ ആ ഒരു ഇമോഷൻ ആയിട്ടുണ്ട് തോന്നുന്നു അല്ലേ? ബ്ലഡ് വന്നിട്ട് ഹസ്ബൻഡ് രാത്രിയൊക്കെ ആവുമ്പോ അടുക്കളയ്ക്ക് പോകുമ്പോ എന്നെ കാല് എടുത്തിട്ടാ പോകണ്ടിരുന്നത്. നിലത്തേക്ക് കാല് വെക്കാൻ പറ്റാത്തോണ്ട് അത്രയും ബുദ്ധിമുട്ടായിരുന്നു. മനസ്സിലാവണുണ്ട്. ഞാനിങ്ങനെ കുറെ ആൾക്കാർക്ക് കണ്ടിട്ടുണ്ട് ഈ ഒരു പ്രശ്നം. പിന്നെ ചൊറിച്ചിലുണ്ടായിരുന്നു കാലിന്റെ പുറടിമേ. ഉം. എല്ലാരും ചോദിക്കും എന്താണ് കാൽ ചൊറിച്ചിൽ മാറി, അങ്ങനെ ചോദിക്കുമ്പോ തന്നെ എനിക്ക് എന്തോ